മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. നമുക്കിന്ന് 1-ാം ക്ലാസ് അറബിക്ക് 2-ാം പാദവാർഷിക പരീക്ഷ അല്ലെ, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറുകളും നോക്കാം. ഓക്കെ, പരീക്ഷ നമ്മൾ നന്നായി എഴുതിയില്ലേ? ഓരോ ചോദ്യങ്ങൾക്ക് എന്താണ് ഉത്തരം എഴുതി നമുക്ക് നോക്കിയാലോ. 1-ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു മക്കളെ? നുലവ്വിൻ, കളർ കൊടുക്കുക എന്നാണ്. ഏതെങ്കിലും കളർ കൊടുത്താൽ മതിയോ? അല്ല, ഇവിടെ ഓരോ പേര് എഴുതിയിട്ടുണ്ട്. അസ്ഫർ, അഹ്മർ, ഇവിടെ അസ്ഫർ, അഹ്ലർ അല്ലേ, ഓരോ നിറം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അസ്ഫർ കൊടുക്കണം. അസ്ഫർ ഏതാ? അസ്ഫർ കളർ മഞ്ഞ നിറം അല്ലേ. മക്കൾ മഞ്ഞ നിറം ഇങ്ങനെ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ചെയ്തില്ലേ? അടുത്തതോ അഹ്മർ. ഇവിടെ മൊത്തം എന്ത് ചെയ്യണം? ഇങ്ങനെ അഹ്മർ അടിക്കണം, ഫുള്ളായിട്ട് വൃത്തിയായിട്ട് അല്ലേ, അഹ്മർ അടിക്കണം. പിന്നെയോ ഈ ഇലയിൽ പച്ച നിറം അടിക്കേണ്ടത്, ഇങ്ങനെ പച്ച, മനസ്സിലായോ? പച്ച നിറം കൊടുക്കണം. അങ്ങനെയല്ലേ കൊടുത്തത് അല്ലേ? ഇവിടെ എന്ത് ചെയ്യണം? ഇതിൽ അഹ്മർ ചുവപ്പാണ്, ഇവിടെയും ചുവപ്പാണ് ഫുള്ളായിട്ട്. അങ്ങനെ ചെയ്തില്ലേ? ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. കിട്ടിയല്ലോ മക്കളെ. ഇനി അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കിയാലോ. 2-ാമത്തെ ചോദ്യം, ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് എണ്ണം എഴുതണം. എണ്ണം എങ്ങനെ എഴുതാം നമുക്ക്? എങ്ങനെ എഴുതാം? 1-ാമത്തേന്റെ എണ്ണം നോക്കേണ്ട ഏതാണ്? കിർദ്. കിർദ് ആരാ? കിർദ് നമ്മുടെ കുരങ്ങച്ചൻ അല്ലേ. എത്ര കുരങ്ങച്ചനുണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ. 5 ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ 5 എന്ന് കൊടുക്കാം അല്ലേ. ഇനിയോ ഇതാരാണ്? അർണബ്. മുയലച്ചൻ എത്ര ഉണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ. 3 എന്ന് കൊടുക്കണം അല്ലേ. ഇനി ബേർഡ് ത്വായിർ എത്ര ഉണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ. 4 എന്ന് കൊടുക്കണം അല്ലേ. തുഫാഹ് പഴം എത്ര ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ. 5 പഴമുണ്ട്. 5 എണ്ണമല്ലേ ഉള്ളൂ? അതെ, 5 എണ്ണം ഉള്ളൂ. അല്ല 5 അല്ല, അത് 6 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് 6 എന്ന് കൊടുക്കാം. ഇത്രയല്ലേ ഇത്? അതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇനി മക്കൾ ചെയ്യേണ്ട എന്താണ്? ഇവിടെ ഓരോ പടം കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിന്റെ പേര് ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതാ ശരി എന്നാണ്. ഇതെന്താണ്? ബനാനയാണല്ലേ. ബനാനയ്ക്ക് നമ്മൾ മൗസ് എന്നാണോ പറയല്, റുമ്മാൻ എന്നാണോ പറയല്? മൗസാണ് ശരി അല്ലേ. ഇത് തെറ്റാണ്. ഇനി ഇതാരാ? ഇത് ലോറിയാണല്ലേ. ലോറിക്ക് നമ്മൾ സയ്യാറ എന്നാണോ പറയല്, ഷാഹിന എന്നാണോ പറയല്? ഷാഹിന അല്ലേ. ഷാഹിന ശരി, ഇത് തെറ്റ്. ഇനി ഇതെന്താണ്? മരം. മരത്തിന് നമ്മൾ സമക്ക് എന്നാണോ ഷജറത്ത് എന്നാണോ? ഷജറത്താണ് ശരി അല്ലേ. ഇത് തെറ്റ്. ഇതാരാ? പുലി അല്ലേ. പുലി. കടുവ. കടുവയ്ക്ക് കൽബ് എന്നാണോ പറയല്, നെമീർ എന്നാണോ? നെമീർ എന്നാണ് പറയല്. ഇത് തെറ്റ്. കൽബ് എന്താണ്? പട്ടി അല്ലേ. ശരി. ഇനി അടുത്തത് വിട്ടുപോയ അക്ഷരം എഴുതണം. ഇവിടെ ധാരാ? മാൻകുട്ടൻ. മാൻകുട്ടന് നമ്മൾ എന്താ പഠിച്ചത്? ലബി എന്നാ പഠിച്ചല്ലേ. അപ്പൊ ലാ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ആ അല്ലേ, ലബിയുൻ. ഇതായത് ആനക്കുട്ടൻ. ആനക്കുട്ടനെ നമ്മൾ എന്താ പറഞ്ഞത്? ഫീലുൻ അല്ലേ. ഫീലുൻ എന്നാ പറഞ്ഞത്. ഇതോ? ഇത് ജിറാഫ്. ജിറാഫിന് നമ്മള് സറാഫത്ത്. അപ്പൊ ഇവിടെ സ എഴുതി കൊടുക്കണം. ഓക്കെ, സറാഫത്ത്. സിമ്പിൾ അല്ലേ. ഇനി 3-ാമത്തെ പ്രവർത്തനം നസിൽ ബിൽ മുനാസ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ ചെയ്തിട്ടുള്ളത്? നളറ. ആ നളറയ്ക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ, നളറ എന്ന് എഴുതിയത്. അടുത്തേതാ? റമസ. റമസ എന്ന് എഴുതിയത് എവിടെയാണ്? ഇരിക്കണം അല്ലേ. അടുത്തത് സ്വദഖ. സ്വദഖ എന്നെവിടെ? അതിവിടെയുണ്ട്, സ്വദഖ അല്ലേ. ഫസദ. ഫസദ എന്നെവിടെ? ഫസദ എന്നെവിടെതാ? ഇവിടെയാണ് ഇരിക്കുന്നത് ഫസദ. അടുത്ത് റബിഹ. റബിഹ. റബിഹ എവിടെ?
റബിഹ. ഷക്കറ. ഷക്കറ ഷക്കറാന്ന് ഇവിടെ തന്നെ നേർക്കിരിക്കുന്നുണ്ട് അല്ലേ. റസഖ. റസഖ എവിടെയാണ്? ഏറ്റവും മുകളിൽ. ഇങ്ങനെയാണത് മക്കൾ മാച്ച് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇനി നക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള വരിക. കതബ, അത് പിരിച്ചെഴുതിയില്ലേ? കതബ. ഇങ്ങനെ നെഹറ എങ്ങനെ നമ്മൾ എഴുതാം? നഹറ. അപ്പൊ നാന്ന് ഇങ്ങനെ ഇടണം അല്ലേ? പിന്നെ ഹാന്ന് ഇങ്ങനെ ഇടണം, പിന്നെ റാന്ന് ഇങ്ങനെ ഇടണം. അടുത്ത് സാഹയാണ് അല്ലേ? അപ്പൊ സ്വാ ഇടണം, പിന്നെ അലിഫ് ഇടണം, പിന്നെ ഹാ ഇടണം. സ്വാഹ പിരിച്ചെഴുത. ഓക്കെ. ഇനി നാലാമത്തെ പ്രവർത്തനം നസിൽ ബിൽ മുനാസിബ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാസ, ഫാസയുടെ ഇടയിൽ അലിഫുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ചേർത്ത്. നാലയുണ്ട് അലിഫ്, നാലയില് നാ കഴിഞ്ഞിട്ടൊരു അലിഫില്ലേ? അപ്പൊ നാലയും ചേർക്കണം. കതബ ചേർക്കണോ? വേണ്ട, അതിന്റെ ഇടയിൽ അലിഫില്ല. ഫാഹ, ഇവിടെ അലിഫുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അതും ഇതിലേക്ക് ചേർക്കാം. ദറസ, പഠിച്ചുണ്ടോ? ഇല്ല. സാറ, ഇവിടെ അലിഫുണ്ട് അല്ലേ? അവിടെ ചേർത്തു. ഫതഹ, തുറന്നു, അതിലുണ്ട് അലിഫ്? ഇല്ല. സാഹയിലുണ്ട്, ഇവിടെ ഒരു അലിഫുണ്ട് അല്ലേ? അപ്പൊ സാഹി നമുക്ക് ചേർക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി എന്താണ്? സുക്കൂൻ വന്ന പദങ്ങൾ കണ്ടെത്തണം. ഏതാ സുക്കൂൻ? ഇങ്ങനെ സുക്കൂൻ ഇല്ലേ? ഇതിൽ സുക്കൂൻ ഉണ്ടോ? ലബുയുൻ, അപ്പൊ ഇതിലുണ്ട്, ഇത് ശരി ഇടണം അല്ലേ? സമാക്കുൻ, ഇതിൽ സുക്കൂന് കാണാനില്ല, അപ്പൊ ഇത് ഇടണ്ട, തെറ്റാണ്. വറുദുൻ, ദാ സുക്കൂൻ ഇരിക്കുന്നു അല്ലേ? അപ്പൊ ഇത് നമ്മൾ റൈറ്റ് ഇടണം. നമീറുൻ, നമീറുനിലുണ്ടോ? ഇല്ല. മാവൂസുൻ, ഇവിടെ സുക്കൂൻ ഉണ്ട്, അപ്പൊ നമ്മൾ ഇത് റൈറ്റ് ഇടണം. ഖിർദുൻ, ഇവിടെയും സുക്കൂൻ ഉണ്ട്, അതുകൊണ്ട് ഇതും റൈറ്റ് നമുക്ക് ഇടാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് നക്തഷിഫുസ് ഷാദ്, ഇതിൽ കൂട്ടത്തിൽ ഒറ്റയാനെ കണ്ടെത്തണം. തുഫാഹ ആപ്പിൾ, റുമാൻ ഉറുമാൻ പഴം, അസദ് സിംഹം, മൗസ് പഴം. ഏതതില്? അല്ലേ? ഈ തുഫാഹും റുമാനും മൗസും ഒക്കെ പഴമാണ് അല്ലേ? അസദ് ഒരു പഴമാണോ? അല്ല, അസദ് സിംഹമാണോ? അപ്പൊ ഒറ്റയാൻ ഏതാ? അസദുൻ ആണ് ഒറ്റയാൻ. ഓക്കെ. ഇനി നഖ്താറുൽ കലിമാത്തിൽ മുനാസിബ വനസിൽ, ഇവിടെ അനുയോജ്യമായ പദം ഇതിലേക്ക് ചേർക്കാനാണ് പറയുന്നത്. ഇതെന്താണ്? ഷജറത്താണ്, അതുകൊണ്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത് അല്ലേ? ഇനി ആരെ കണ്ടുപിടിക്കേണ്ടത്? ഇതാരാണ്? അർണബ്. അർണബ് എന്നുള്ള വാക്കില്ലേ? ദഹിക്കണം അർണബ്. അർണബിന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം മക്കള്. പിന്നെ ഇതാരാ? ലബിയാണ്. ലബിയ എവിടെ? ലബി എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ലബിയനെ മക്കള് ഇതിൽ എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെയോ ഫീല്, ഫീല്, ഫീലല്ലേ? ഫീലിന് നമുക്ക് ഫീൽ എന്നുള്ള വാക്ക് ഏതായിരിക്കുന്നു? ഫീല് അല്ലേ? ആ വാക്ക് ഇതിൽ എഴുതി കൊടുക്കണം. മനസ്സിലായോ? ഇനിയോ തുഫാഹ് ഉണ്ടല്ലേ? തുഫാഹ്, തുഫാഹ്. അപ്പൊ തുഫാഹ് എന്നുള്ള വാക്ക് നമുക്ക് ഇതിലേക്ക് എഴുതാം, ഈ വാക്ക് തുഫാഹ്. പിന്നെയോ തുഫാഹ് കഴിഞ്ഞാല് കഴിഞ്ഞോ? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. വേറെ ആരുള്ളതാ? ത്വാ അല്ലേ? ത്വായിർ ഉണ്ടോ? ത്വായിർ ഇല്ല. കിർദ് ഉണ്ട്, കിർദ്, കിർദ് ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ കിർദ് എന്നുള്ള വാക്ക് മക്കൾ എവിടേക്ക് എഴുതണം? കിർദ് എന്നുള്ളത് ഇതിലേക്ക്. ഓക്കെ, അങ്ങനെ എല്ലാ വാക്കുകളും അതിൻ്റെതായ കോളത്തിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരങ്ങൾ കംപ്ലീറ്റ് ആയി. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുമോ? അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.